നമസ്കാരം. ഇതാണ് പറയുന്നത് പാക്കികളെ കർമ്മ എന്ന്. നമ്മുടെ കൊച്ചു കേരളത്തിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന് പറയും. എന്തൊക്കെയായിരുന്നു? പാകിസ്ഥാൻ ജനതയുടെ അവകാശത്തിന് വേണ്ടി പോരാടുന്നു. പാകിസ്ഥാനികളുടെ സ്വന്തം മണ്ണായ കശ്മീർ തങ്ങൾക്കു തന്നെ വേണം. അവിടെ പള്ളി കെട്ടണം, പ്രാർത്ഥിക്കണം. എന്നിട്ടിപ്പോൾ എന്തായി? ഈ പറഞ്ഞ പാകിസ്ഥാനിലെ ജനങ്ങൾ തന്നെ പാക് ഭരണകൂടത്തിന് നേർക്ക് ചൂലും ചെരുപ്പും പിടിച്ച് യുദ്ധം ചെയ്യാൻ ഇറങ്ങിക്കഴിഞ്ഞു. ജനങ്ങളുടെ ക്ഷേമവും ഉന്നമനവും വാക്കുകളിൽ മാത്രം പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അത് ജനങ്ങളെ എങ്കിലും കുറഞ്ഞ പക്ഷം ബോധിപ്പിക്കാൻ കഴിയണം. എത്ര നാൾ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിട്ടുകൊണ്ട് തീവ്രവാദികളെ വളർത്തി വലുതാക്കും? പാകിസ്ഥാനിലെ ജനങ്ങൾക്ക് ഇപ്പോൾ വേണ്ടത്, അല്ലെങ്കിൽ അവർ ഇപ്പോൾ സ്വപ്നം കാണുന്നത്, മോദി ഭരിക്കുന്ന മണ്ണിൽ ജീവിക്കുന്ന നിമിഷങ്ങളാണ്. പാക് ഭരണകൂടത്തിന് തലവേദനയൊരുക്കി പാക് അധീന കശ്മീരിൽ പ്രതിഷേധം പുകയുകയാണെന്ന് മാത്രം പറയാൻ പാടില്ല. പ്രതിഷേധം കാട്ടുതീ പോലെ പടരുകയാണ് എന്ന് പറയേണ്ടി വരും. സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രതിഷേധങ്ങളിൽ ഒന്നിന് പാക് അധീന കശ്മീർ ഒരുങ്ങുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച മേഖലയിലുടനീളം വ്യാപകമായ പ്രകടനങ്ങൾ ആരംഭിക്കാൻ തയ്യാറെടുക്കുകയാണ്. പാക്കികൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള പ്രതിഷേധത്തിന്റെ ചൂട് കാറ്റും അഗ്നിജ്വാലയും ഒക്കെയാണ് ഭരണകൂടത്തിന്റെ തലയ്ക്കു മുകളിൽ ഉയർന്നു പോകുന്നത്. പാക് ഭരണകൂടത്തിന്റെ ഉടലോടെ ചുട്ടു ചാമ്പലാക്കാൻ മാത്രം കെൽപ്പുള്ള അഗ്നിജ്വാലകളിൽ പാക് ഭരണകൂടം വിയർത്തു തുടങ്ങി. അനിശ്ചിതകാലത്തേക്ക് നീണ്ടേക്കാവുന്ന ഷട്ടർ ഡൗൺ, വീൽ ജാം പണിമുടക്കിനുള്ള ആഹ്വാനം നേരത്തെ തന്നെ AICയുടെ നേതൃത്വത്തിൽ നടന്നിരുന്നു. പ്രതിഷേധ പ്രകടനങ്ങളുടെ പശ്ചാത്തലത്തിൽ പാക് സർക്കാർ വൻതോതിൽ സുരക്ഷാ സേനയെ വിന്യസിക്കുകയും അർദ്ധരാത്രി മുതൽ ഇന്റർനെറ്റ് വിച്ഛേദിക്കുകയും ചെയ്തിരിക്കുകയാണ്. POK ഭരണകൂടവും കേന്ദ്രമന്ത്രിമാരുമായുള്ള മാരത്തൺ ചർച്ചകൾ പരാജയപ്പെട്ടതിനെ തുടർന്നാണ് പ്രതിഷേധം ശക്തമാക്കാൻ AIC തീരുമാനിച്ചത്. വളരെ കുറച്ചു നാളുകൾ കൊണ്ടാണ് പാക് അധീന കശ്മീരിൽ അവാമി ആക്ഷൻ കമ്മിറ്റി എന്ന പേരിൽ കുറേയേറെ സംഘടനകൾ ഒന്നിച്ച് പ്രതിഷേധങ്ങൾ തുടങ്ങിയത്. പതിറ്റാണ്ടുകളായുള്ള രാഷ്ട്രീയ പാർശ്വവൽക്കരണവും സാമ്പത്തിക അവഗണനയും ചൂണ്ടിക്കാട്ടി ആയിരക്കണക്കിന് ജനങ്ങളുടെ തങ്ങളുടെ കീഴിൽ ഇവർ അണിനിരത്തിയിട്ടുണ്ട്. പാകിസ്ഥാനിൽ താമസിക്കുന്ന കശ്മീരി അഭയാർത്ഥികൾക്കായി POK അസംബ്ലിയിൽ സംവരണം ചെയ്തിട്ടുള്ള 12 നിയമസഭാ സീറ്റുകൾ നിർത്തലാക്കണമെന്നും പാക് അധീന കശ്മീരിൽ ഘടനാപരമായ പരിഷ്കാരങ്ങൾ വേണമെന്നും ഉൾപ്പെടെയുള്ള 38 ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം സംഘടിപ്പിക്കുന്നത്. സബ്സിഡിയുള്ള ധാന്യപ്പൊടി, മംഗള ജലവൈദ്യുത പദ്ധതിയുമായി ബന്ധിപ്പിച്ച ന്യായമായ വൈദ്യുതി താരിഫ് വാഗ്ദാനം ചെയ്തതും ഏറെ വൈകിയതുമായ പരിഷ്കാരങ്ങൾ നടപ്പിലാക്കൽ എന്നിവയാണ് മറ്റു മുൻഗണനകൾ. അതേസമയം പ്രതിഷേധം നേരിടാൻ കനത്ത സന്നാഹങ്ങളാണ് പാക് ഭരണകൂടം വിന്യസിച്ചിരിക്കുന്നത്. ആയുധങ്ങളുമായി സൈനിക വ്യൂഹങ്ങൾ പാക് അധീന കാശ്മീരിൽ ഫ്ലാഗ് മാർച്ചുകൾ നടത്തി. ആയിരക്കണക്കിന് സൈനികരെ പഞ്ചാബിൽ നിന്ന് ഇവിടേക്ക് മാറ്റി. ശനി ഞായർ ദിവസങ്ങളിൽ പോലീസ് പ്രധാന നഗരങ്ങളിലെ വഴികൾ പോലും അടച്ചു. തന്ത്രപ്രധാനമായ സ്ഥാപനങ്ങൾക്ക് ചുറ്റും നിരീക്ഷണം ശക്തമാക്കി. ഇതിനു പുറമെ ഇസ്ലാമാബാദിൽ നിന്ന് 1000-ലധികം പോലീസ് ഉദ്യോഗസ്ഥരെയും അയച്ചിട്ടുണ്ട്. സുരക്ഷാ സേനയുടെ വാഹന വ്യൂഹങ്ങൾ നഗരത്തിലേക്ക് എത്തുന്നതിന്റെ വീഡിയോകൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നുണ്ട്. പാക് സർക്കാരിനെതിരെ ആളുകൾ പ്രതിഷേധിക്കുന്നതിന്റെയും ദൃശ്യങ്ങളും പുറത്തു വന്നു തുടങ്ങി. സമാധാനം ഉറപ്പുവരുത്താൻ കടുത്ത നടപടി സ്വീകരിക്കുമെന്ന മുന്നറിയിപ്പ് പ്രാദേശിക ഭരണകൂടം നൽകിയിട്ടുണ്ട്. എന്നാൽ ജനങ്ങളുടെ സുരക്ഷയ്ക്കോ അവരുടെ ആവശ്യങ്ങൾ പരിഹരിക്കുന്നതിനോ വേണ്ടി യാതൊന്നും ചെയ്യാൻ ഇതുവരെയും പാക് ഭരണകൂടത്തിന് കഴിഞ്ഞിട്ടുമില്ല. എന്നാൽ സമരവുമായി മുന്നോട്ട് പോകാനാണ് AICയുടെ തീരുമാനം. പണിമുടക്കിന് മുൻപ് ഭക്ഷണവും അവശ്യ സാധനങ്ങളും സംഭരിക്കാൻ അവസരം നൽകുന്നതിനായി ഞായറാഴ്ച കടകൾ തുറന്നിരുന്നു. സർക്കാർ ശ്രമങ്ങൾക്കിടയിലും പ്രതിഷേധം സമാധാനപരവും എന്നാൽ വിട്ടുവീഴ്ചയില്ലാത്തതുമായിരിക്കുമെന്നാണ് AIC നേതാക്കൾ തറപ്പിച്ചു പറയുന്നത്. ഞങ്ങളുടെ സമരം ഏതെങ്കിലും സ്ഥാപനത്തിനെതിരല്ല, മറിച്ച് 70 വർഷത്തിലേറെയായി ജനങ്ങൾക്ക് നിഷേധിക്കപ്പെട്ട മൗലികാവകാശങ്ങൾക്ക് വേണ്ടിയാണ് എന്ന് AICയുടെ പ്രധാന നേതാവായ ഷൗക്കത്ത് നവാസ് മിർ മുസാഫറാബാദിൽ ജനക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറഞ്ഞു. സഹിച്ചതു മതി, ഒന്നുകിൽ അവകാശങ്ങൾ നൽകുക, അല്ലെങ്കിൽ ജനങ്ങളുടെ രോക്ഷം നേരിടുക എന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇന്ത്യയോട് കളിച്ചതിപ്പോൾ കടന്നൽ കൂട്ടിൽ കല്ലിട്ടതുപോലെ ആയിപ്പോയി എന്ന കാര്യം ഏതാണ്ട് പാക്കികൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ഇപ്പോൾ ഏതൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന് ഒരു എത്തും പിടിയുമില്ലാത്ത അവസ്ഥയിലാണ് പാക് ഭരണകൂടത്തിന്റെ പോക്ക്. ശരിക്കും പറഞ്ഞാൽ വാലിൽ തീ പിടിച്ചു എന്ന് സാരം. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്.
അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ്. കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ വി ഡി സതീശൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച